നമസ്കാരം കൂട്ടുകാരെ. കേരളത്തിലെ ഏറ്റവും പ്രകൃതിരമണീയമായ ദ്വീപപഞ്ചായത്തായ പെരുമ്പളത്തിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മാർച്ചിൽ പാണാവളിയിൽ നിന്നും പെരുമ്പളത്തേക്ക് പാലം വന്നതോടെ ഇങ്ങോട്ട് വിനോദസഞ്ചാരികൾ ധാരാളമായി എത്തി തുടങ്ങി. നേരത്തെ ബോട്ട്, ജങ്കാർ സർവീസുകൾ മാത്രമായിരുന്നു ഇങ്ങോട്ട് വരാനുള്ള മാർഗങ്ങൾ. പെരുമ്പളം പാലത്തിന്റെ കൂടുതൽ കാഴ്ചകൾ കാണിക്കുന്ന വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർ അതും കാണുക. ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിലാണ് 13 വാർഡുകളുള്ള പെരുമ്പളം പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. പെരുമ്പളം പഞ്ചായത്ത് തൈക്കാട്ടുശ്ശേരി ബ്ലോക്കിന്റെ കീഴിലാണ്. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു ദ്വീപാണ് പെരുമ്പളം. ആലപ്പുഴ ജില്ലയുടെ വടക്കു ഭാഗത്ത് എറണാകുളം ജില്ലയോട് ചേർന്ന് വേമ്പനാട്ട് കായലിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അഞ്ച് കിലോമീറ്റർ നീളവും 2 കിലോമീറ്റർ വീതിയുമുള്ള പെരുമ്പളം കേരളത്തിലെ ഏറ്റവും വലിയ ദ്വീപ് പഞ്ചായത്താണ്. 10,000-ലധികം ആളുകൾ ഇവിടെ വസിക്കുന്നു. കേരളീയ ഗ്രാമത്തിന്റെ എല്ലാ തനിമയും ആസ്വദിച്ച് നമുക്ക് പെരുമ്പളം ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യാം. ഈ ചെറിയ ഗ്രാമത്തിൽ 36ഓളം ക്ഷേത്രങ്ങളുണ്ട്. ഇവിടുത്തെ ഓരോ നാട്ടുവഴികളും ചെന്ന് അവസാനിക്കുന്നിടത്ത് ഒരു കാവോ ക്ഷേത്രമോ ഉണ്ടായിരിക്കും. പെരുമ്പളം കാഴ്ചകൾ ആസ്വദിക്കാൻ ബൈക്കിൽ വരുന്നതാണ് നല്ലത്. ഇവിടുത്തെ റോഡുകൾക്ക് വീതി കുറവായതുകൊണ്ട് കാറ് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ ദ്വീപ് ആദ്യം കൊച്ചി രാജ്യത്തിന്റെയും പിന്നീട് തിരുവിതാംകൂറിന്റെയും അധീനതയിലായിരുന്നു. ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെടുന്ന പെരുമ്പളത്തിന്റെ വടക്കും കിഴക്കും എറണാകുളം ജില്ലയും തെക്ക് കോട്ടയം ജില്ലയുമാണ്. ആയിരത്തി 1341 വെള്ളപ്പൊക്കത്തിലാണ് ഈ ദ്വീപ് രൂപം കൊണ്ടതെന്നാണ് ഭൂമിശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം. അതിനു മുമ്പ് ഈ ഭാഗം പൂത്തോട്ടയോട് ചേർന്നാണ് കിടന്നിരുന്നത്. വെള്ളപ്പൊക്കത്തിൽ ഇടയ്ക്കുള്ള ഭാഗം ഒലിച്ചു പോവുകയും പിന്നീട് ഇതൊരു ദ്വീപായി മാറുകയും ചെയ്തു. രാജഭരണകാലത്ത് കൊച്ചി രാജാവ് വടക്കു നിന്ന് വന്ന നമ്പൂതിരിമാർക്ക് ഈ പ്രദേശം ദാനമായി കൊടുത്തു. പിന്നീട് ഈ സ്ഥലം കുടികിടപ്പുകാർക്ക് കൊടുത്തിട്ട് അവർ ഇവിടം ഉപേക്ഷിച്ചു പോയി. ഈ പ്രദേശം പോർച്ചുഗൽ ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട്. 1503 അൽബുക്കർക്കിന്റെ നേതൃത്വത്തിലുള്ള പോർച്ചുഗൽ പട ഇവിടെ വൻ നാശം വിതച്ചിരുന്നു. അന്ന് പറങ്കിപ്പട താവളം അടിച്ചിരുന്ന സ്ഥലം ഇപ്പോൾ പടപ്പറമ്പ് എന്നറിയപ്പെടുന്നു. ഇവിടെ എവിടെ നോക്കിയാലും തെങ്ങുകൾ കാണാം. ഓരുവെള്ളം ഉള്ളതുകൊണ്ട് തെങ്ങ് ഇവിടെ നന്നായി തഴച്ചു വളരുന്നു. നല്ല ഉൾക്കാമ്പുള്ളതുകൊണ്ട് ഇവിടുത്തെ തേങ്ങയ്ക്ക് നല്ല ഡിമാൻഡാണ്. കൃഷിയും കയറുപിരിയും മീൻപിടുത്തവുമാണ് ദ്വീപ് നിവാസികളുടെ പ്രധാന തൊഴിലുകൾ. ഇവിടെ വേമ്പനാട്ട് കായലിന് നല്ല ആഴവും പരപ്പുമാണ്. മൂവാറ്റുപുഴയാർ വേമ്പനാട്ട് കായൽ പതിക്കുന്നത് ഇവിടെ വെച്ചാണ്.
തിരുവിതാംകൂർ ഭരണകാലത്ത് ഹൈദർ അലിയുടെ ആക്രമണ സമയത്ത് പട്ടേക്കാട് ദേവീക്ഷേത്രത്തിന് ചുറ്റും തിരുവിതാംകൂർ ഭരണാധികാരികൾ മണൽക്കോട്ട നിർമ്മിച്ചിരുന്നുവെന്ന് ചരിത്രരേഖകൾ പറയുന്നു. ചേർത്തല അരൂക്കുറ്റി പാതയിൽ ചേർത്തലയിൽ നിന്നും 17 കിലോമീറ്ററും അരൂക്കുറ്റിയിൽ നിന്നും 6 കിലോമീറ്ററും സഞ്ചരിച്ചാൽ പാണാവള്ളി ബോട്ട് ജെട്ടിയിൽ എത്തിച്ചേരാം. അവിടെ നിന്നും പെരുമ്പളം പാലം വഴി ദ്വീപിൽ എത്തിച്ചേരാം. പൂത്തോട്ടയിൽ നിന്നും ബോട്ട് മാർഗവും ദ്വീപിൽ എത്തിച്ചേരാൻ സാധിക്കും. മലയോര മേഖലയിൽ നിന്നും ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് വളരെ കുറഞ്ഞ ചെലവിൽ ബോട്ട് യാത്ര നടത്താനും ഇവിടെ സാധിക്കും. ദ്വീപ് നിവാസികൾക്ക് സഞ്ചരിക്കാനായി സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന പൊതുജലഗതാഗത സംവിധാനം അവർക്കും ഉപയോഗിക്കാൻ സാധിക്കും. പെരുമ്പളത്തുള്ള അരയങ്കുളങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രവും പട്ടേക്കാട് ദേവീക്ഷേത്രവും ഇടപ്പള്ളി സ്വരൂപത്തിന്റെ വകയായിരുന്നു. പിന്നീട് അവർ ഈ ക്ഷേത്രങ്ങൾ നാട്ടുകാർക്ക് കൈമാറി. നഗരത്തിന്റെ തിരക്കിൽ നിന്നും മാറി സമാധാനപരമായ ഒരു അന്തരീക്ഷം ഇഷ്ടപ്പെടുന്നവർക്ക് എത്തിച്ചേരാൻ പറ്റുന്ന മനോഹരമായ ഒരു ഗ്രാമമാണിത്. 10,000-ലധികം ആളുകൾ താമസിക്കുന്ന സ്ഥലമാണെങ്കിലും യാതൊരുവിധ ബഹളമോ തിരക്കോ ഒന്നും ഇവിടെയില്ല. ആയിരത്തി 1850 രാജഭരണകാലത്ത് ആരംഭിച്ച കുടിപ്പള്ളിക്കൂടമാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ ഗ്രാമത്തിൽ ആകെ ഒരു ബാങ്കും ഒരു സ്കൂളും മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. പെരുമ്പളം പാലം വന്നതോടെ ടൂറിസത്തിനും ഇവിടെ വലിയ സാധ്യതയാണ് വന്നിരിക്കുന്നത്. പെരുമ്പളം കുടംപുളി വളരെ പ്രസിദ്ധമാണ്. പെരുമ്പളം കുടംപുളിയിട്ടുണ്ടാക്കുന്ന മീൻകറിക്ക് ഒരു പ്രത്യേക രുചിയാണ്. പെരുമ്പളം പാലത്തിന്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് ഞങ്ങളെ സഹായിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.